الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹാദരണീയരായ സഹോദരീ സഹോദരന്മാരെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ആവുന്നത്ര ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ശ്രദ്ധിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിച്ച് മരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരീ സഹോദരങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്മാരുടെ പിതാവും അല്ലാഹുവിൻ്റെ ഖലീലുമായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ത്യാഗസമ്പൂർണമായ ചരിത്ര സ്മരണകൾ മുസ്ലിം ലോകം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹീത ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമത്തോടൊപ്പം ആ പ്രവാചകൻ്റെ പേരും നമ്മുടെ ദൈനംദിന പ്രാർത്ഥനകളിലും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലുമൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്തിൻ്റെ പരിപൂർണത ഇബ്രാഹിമി സ്വലാത്തിലൂടെയാണ് നമുക്ക് നേടാനാവുക എന്ന് പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, മുഹമ്മദിനും മുഹമ്മദിൻ്റെ കുടുംബത്തിനും നീ അനുഗ്രഹം ചൊരിയണമേ. കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിമിനും ഇബ്രാഹിമിൻ്റെ കുടുംബത്തിനും നീ അനുഗ്രഹം ചൊരിഞ്ഞു കൊടുത്ത പോലെ എന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കുടുംബത്തെയും അല്ലാഹു ഏത് വിധത്തിൽ അനുഗ്രഹിച്ചാദരിച്ചുവോ അതേപോലെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സ്വലാത്തുകൾ അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊടുക്കാൻ വേണ്ടിയാകുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ സ്വലാത്തില്ലാതെ നമ്മുടെ നമസ്കാരം ശരിയാവുകയില്ല. റസൂലിൻ്റെ പേരിൽ ഈ ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലാതെ ഇവിടെ നിർവഹിക്കുന്ന ഖുതുബ എന്ന ആരാധനാകർമ്മം പൂർണ്ണമാവുകയില്ല. നമ്മുടെ പ്രാർത്ഥനയുടെ മര്യാദകളായി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ട കൂട്ടത്തിൽ റസൂലുള്ള പറയുകയുണ്ടായി. ഒന്നാമതായി നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാഹ് എന്ന് തന്നെയെങ്കിലും പറഞ്ഞു തുടങ്ങണം. രണ്ടാമതായി നിങ്ങൾ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്തിൻ്റെ പരിപൂർണത ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേര് അനുസ്മരിച്ചുകൊണ്ടുള്ള സ്വലാത്ത് കൂടിയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ്
മറ്റു പ്രവാചകന്മാരെക്കാളെല്ലാം വിശുദ്ധ ഖുർആൻ 25 പ്രവാചക ശ്രേഷ്ഠരുടെ പേരുകൾ എടുത്ത് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അവരിൽ അധിക പേരുടെയും ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. എന്നാൽ അവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 69 ഇടങ്ങളിലായി 25 സൂറകളിലായി നിരവധി ആയത്തുകളിലായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ത്യാഗോജ്വലമായ ജീവിത ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ആ മഹാനായ പ്രവാചകന്റെ മാതൃക നമ്മളെല്ലാം പിന്തുടരാൻ വേണ്ടിയാണ്. ഇബ്രാഹിമി മില്ലത്ത്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മാർഗം, അത് നമ്മൾ ഓരോരുത്തരും പിന്തുടരണമെന്നുള്ളതാണ്. ഓരോ മുസ്ലിമും ആത്മാഭിമാനത്തോടുകൂടി പറയേണ്ടതുണ്ട്. പറയുക മാത്രമല്ല, അവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഞാൻ ഇബ്രാഹിമി മില്ലത്തുകാരനാണ് എന്ന്. കാരണം ഹുവ മിൻ ഉസൂലി ദീനിൽ ഇസ്ലാം, ഇസ്ലാം ദീനിൻ്റെ അടിത്തറകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടും വിശ്വാസവുമാണത്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, വമൻ യർഅബ് അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സ. സ്വയം വിഡ്ഢിയായവനല്ലാതെ ആരാണ് ഇബ്രാഹിമി മില്ലത്തിനോട് വിമുഖത കാണിക്കുക എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ബുദ്ധിമാന്മാരുടെയും വിവേകശാലികളുടെയും കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ നിലപാടെടുക്കുന്നവരുടെയും രീതി ഇബ്രാഹിമി മില്ലത്തിനെ പിന്തുടരുകയാണ് എന്നാണ് ഖുർആൻ അതിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. തുടർന്ന് അല്ലാഹു പറയുന്നുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യതകളെന്ന്. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, ഈ ദുനിയാവിൽ തന്നെ അദ്ദേഹത്തെ നാം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. അള്ളാഹു തിരഞ്ഞെടുക്കുന്നവരാണ് എല്ലാ പ്രവാചകന്മാരും. എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത് ഓരോരോ കാലഘട്ടത്തിൽ അതാത് സമൂഹങ്ങളിലേക്കാണ്. ആ സമൂഹത്തിന് ഓരോ പ്രവാചകന്മാരും മാതൃകയാകും. പ്രവാചകന്മാർ ഈ ലോകത്ത് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംസ്കാരങ്ങളും സ്വഭാവശീലങ്ങളുമൊക്കെ ഏതു കാലത്തുമുള്ള മനുഷ്യന് അത് ഗുണകരവും മാതൃകയാവും എന്നൊക്കെ ഖുർആനിൻ്റെ ആയത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തിരഞ്ഞെടുത്ത കാര്യങ്ങൾ ഖുർആനിൻ്റെ ആയത്തിലൂടെ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതകളെന്ന് വിശദീകരിച്ചത് വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ, ഒന്നാമതായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അബുൽ അംബിയ എന്ന പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയെന്നാണ്. എല്ലാ പ്രവാചകന്മാരുടെയും പിതാവാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. നമുക്കറിയാം, അബുൽ ബഷർ, മനുഷ്യരുടെ പിതാവാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്തതികൾ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാത്ത ഇസ്ലാമികമായ വിശ്വാസങ്ങളും സംസ്കാരവും സ്വഭാവശീലങ്ങളും അതവർ ജീവിതത്തിൽ പകർത്തി അവരിങ്ങനെ ജീവിതം നയിച്ചു കൊണ്ടിരുന്നു. പക്ഷേ പിശാച് നേരത്തെ തന്നെ എടുത്ത കരാറ് പ്രകാരം ഏകദൈവ വിശ്വാസത്തിൽ നിന്ന്, സത്പാന്താവിൽ നിന്ന് തീർച്ചയായും ജനങ്ങളെ ഞാൻ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. فَبِعِزَّتِكَ لَأُغْوِيَنَّهُمْ أَجْمَعِينَ إِلَّا عِبَادَكَ مِنْهُمُ الْمُخْلَصِينَ. അല്ലാഹുവേ, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം. എല്ലാ മനുഷ്യന്മാരെയും ഞാൻ വഴിപിഴപ്പിക്കും. പക്ഷേ വഴിപിഴച്ചു പോകുന്ന ആളുകളിൽ നിന്ന് പിശാച് പോലും ഒഴിച്ചു മാറ്റിയ ഒരു വിഭാഗമാണ് ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. നിന്റെ കൂട്ടത്തിൽ ഇഖ്ലാസുള്ള ആളുകളെ ഒരിക്കലും എനിക്ക് വഴിപിഴപ്പിക്കാൻ കഴിയില്ല എന്നാണ്. ആരാണ് ഇഖ്ലാസുള്ളവർ? മൻ ഹുവൽ മുഖ്ലിസ്. ആരാണ് മുഖ്ലിസ്, നിഷ്കളങ്കൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്നോ? അൽ മുഖ്ലിസു മൻ അഖ്ലസ നഫ്സഹു വ ഖൽബഹു മിനശ്ശിർക്ക്. ഷിർക്കിൽ നിന്ന്, ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് തൻ്റെ മനസ്സിനെ ശുദ്ധീകരിച്ചവനാകുന്ന മുഖ്ലിസ് എന്നത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ
മുഖ്ലിസീന ലഹുദ്ദീൻ. നിഷ്കളങ്കരായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് അവരോട് കൽപ്പിക്കപ്പെട്ടത് എന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്തതികൾ വഴിപിഴച്ചു പോയി. അള്ളാഹു അമ്പിയാക്കളെ പറഞ്ഞയക്കുന്നത് ജനങ്ങൾ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോഴാണ്. തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാനാണ് അമ്പിയാക്കളൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവരിലേക്ക് നിയോഗിച്ചു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മുമ്പ് മരിച്ചുപോയ മഹാത്മാക്കളുടെ ബിംബങ്ങളും പ്രതിരൂപങ്ങളും പ്രതിഷ്ഠകളും ഉണ്ടാക്കി വെച്ച് പൂജിച്ചാരാധിച്ച് നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുന്ന ഒരു സമൂഹത്തെയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കാണുന്നത്. വദ്, സുവാദ്, യഊഖ്, നസ്ർ, അവരുടെയൊക്കെ പേര് ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. അവരൊക്കെ ആരായിരുന്നു എന്ന് ഇമാം ബുഖാരി റഹിമഹുള്ള വിശദീകരിച്ചു തരുന്നുണ്ട്. അസ്മാഉ റിജാലിൻ സ്വാലിഹീൻ, സദ്വൃത്തരായി ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ നല്ല മനുഷ്യന്മാരുടെ പേരുകളാണത്, വിഗ്രഹങ്ങളുടെ പേരുകളല്ല. അപ്പൊ ഈ നല്ല മനുഷ്യന്മാരെ പിൽക്കാലത്ത് ഇവർ ആരാധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് വിളിച്ചുകൊണ്ട് അവരെ ക്ഷണിച്ചത്. പക്ഷേ അദ്ദേഹത്തിനും വളരെ കുറച്ചാളുകളെ അനുയായികളായി കിട്ടിയിട്ടുള്ളൂ. അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ചവനെ, ഇവർ ഒരിക്കലും രക്ഷപ്പെടുകയില്ല, ഇവർ ഒരിക്കലും ഇനി ഈ സത്യദീനിലേക്ക് വരികയില്ല, അവരിൽ നിന്ന് ജനിച്ചുണ്ടാകുന്ന മക്കൾ പോലും ഈ അധർമ്മങ്ങളിൽ തന്നെയായിരിക്കും കുടികൊള്ളുക. അതുകൊണ്ട് അള്ളാഹുവേ, നീ ഇവരിൽ നിന്ന് എന്നെയും എൻ്റെ സമൂഹത്തെയും രക്ഷിക്കണമേ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യ ശിക്ഷ മനുഷ്യ സമൂഹത്തിന് നൽകി. അതൊരു മഹാപ്രളയമായിരുന്നു. ആ പ്രളയത്തിൽ നിന്ന് വിശ്വാസികളെ രക്ഷപ്പെടുത്താൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. കപ്പലുണ്ടാക്കിയ പ്രവാചകൻ ആരുടെ നിർദ്ദേശത്താൽ? വസ്നഇൽ ഫുൽക ബി അയുനിനാ വ വഹീന, നമ്മുടെ മേൽനോട്ടത്തിൽ നമ്മുടെ നിർദ്ദേശപ്രകാരം നൂഹേ നീ ഒരു കപ്പലുണ്ടാക്കണം. അതിൽ അങ്ങനെ വിശ്വാസികളെല്ലാം രക്ഷപ്പെട്ടു. മറ്റവരെല്ലാം ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. ഭൂമിയിൽ അപ്പോഴും ആ കപ്പൽ യാത്രക്കാരായ പിൻഗാമികൾ, നല്ല ഏകദൈവ വിശ്വാസികൾ, മുവഹിദുകൾ രക്ഷപ്പെടുകയും ഫസ്തവത് അലൽ ജൂദി, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ ജൂദി പർവ്വത നിരയിൽ നങ്കൂരമിട്ടു. അവർ അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു. ഈ കഥയൊക്കെ വിശദമായി ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ തീർത്തും മുവഹിദുകളായിരുന്ന ഈ സമൂഹം, അതുകൊണ്ടാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അബുൽ ബഷർ അസ്സാനി, രണ്ടാമത്തെ മനുഷ്യപിതാവ് എന്ന പേരിൽ ചരിത്രത്തിൽ നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്നത്. നാമൊക്കെ ദുർരിയ്യത്ത് മൻ ഹമൽനാ മഅ നൂഹ്, നൂഹ് നബിയുടെ കൂടെ കപ്പലിൽ യാത്ര ചെയ്ത മുൻഗാമികളുടെ പിൻഗാമികളാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും എന്ന് ഖുർആൻ ആ ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അവരിലേക്കും പിന്നീട് ശിർക്കൊക്കെ വന്നു തുടങ്ങി. അങ്ങനെയുള്ള ആ പ്രവാചകന്മാരുടെ ശ്രേഷ്ഠരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം അബുൽ അംബിയ എന്ന് പറയാൻ കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് പുത്രന്മാർ, ഒന്ന് ഇസ്മായിൽ അലൈഹി സ്വലാം, അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ വളരെ കാലം പ്രവാചകന്മാരില്ലാതെ പോയി. രണ്ടാമത്തെ മകനായ ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ മകനായി യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രായീൽ എന്നുള്ളത്. ഇസ്രായീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ദേഷ്യം പിടിക്കൊന്നും വേണ്ട, അതൊരു പ്രവാചകന്റെ പേരാണ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരാണ്. ബനു ഇസ്രായീൽ, ബനു യാക്കൂബ്, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ. ആ മക്കളിലാണ് പിന്നീട് പ്രവാചകന്മാരുണ്ടായത്, രാജാക്കന്മാരുണ്ടായത്, നേതാക്കന്മാരുണ്ടായത്. ഏത് പ്രവാചകൻ വരെ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരെ. അവസാനത്തെ പ്രവാചകൻ ഖാത്തിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് ഇസ്മാഈലി പരമ്പരയിലാണ്, അറബികളിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വരെ ആ പരമ്പരയെ കാത്തു നിർത്തുകയുണ്ടായി. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അബുൽ അംബിയ, ഈ ലോകത്ത് പിന്നീട് വന്ന
എല്ലാ പ്രവാചകന്മാരുടെയും പിതാവ് എന്ന സ്ഥാനം നൽകുകയുണ്ടായി. മാത്രവുമല്ല വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഉറ്റമിത്രമായി സ്വീകരിച്ചു. ഖലീൽ എന്ന് പറഞ്ഞാൽ അൽ ഖുല്ല ഹിയ ഗാലിയത്തുൽ മഹബ്ബ എന്നാണ്. അങ്ങേയറ്റത്തെ സ്നേഹം, അളവറ്റ സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനോട് വെച്ച് പുലർത്തുകയും അത് അല്ലാഹു പ്രഖ്യാപിക്കുകയും ചെയ്തു. മാത്രവുമല്ല മൂന്നാമതായി വലഖദ് ആതൈനാ റുശ്ദഹു മിൻ ഖബ്ൽ വകുന്നാ ബിഹി ആലിമീൻ, ആ പ്രവാചകന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവേകം നൽകി, എനിക്കതിനെക്കുറിച്ചൊക്കെ നന്നായി അറിയാമായിരുന്നു. നാലാമതായി വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ, വേദഗ്രന്ഥത്തിൽ ഇബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക ചരിത്രം, അദ്ദേഹം സത്യവാനായ പ്രവാചകനായിരുന്നു. അഞ്ചാമതായി ഇന്ന ഇബ്രാഹിം ലഹലീമുൻ നവ്വാഹും മുനീബ്, ഇബ്രാഹിം അലൈഹിസ്സലാം സഹനശീലനായിരുന്നു, ഏറെ അനുകമ്പയുള്ളവനായിരുന്നു, പശ്ചാത്താപമുള്ളവനായിരുന്നു. ഒരു വ്യക്തി സ്വീകരിക്കേണ്ട ഉത്കൃഷ്ടമായ സ്വഭാവശീലങ്ങൾ അത് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. ആറാമതായി അല്ലാഹു ഈ ദുനിയാവിൽ അല്ലാഹു അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്ത കാര്യം പറയുന്നു. വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ, ഈ ദുനിയാവിൽ നാം അദ്ദേഹത്തെ തെരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന യോഗ്യതകൾ ഇതൊക്കെയായിരുന്നു എന്ന് ഖുർആൻ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഉമ്മത്തായിരുന്നു, ഒരു സമുദായമായിരുന്നു, ഒരു പ്രസ്ഥാനമായിരുന്നു എന്നതാണ്. അങ്ങനെയുള്ള മഹത്തായ സ്വഭാവശീലങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും ഉടമയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഏഴാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വകദാലിക നുരീ ഇബ്രാഹിമ മലകൂത്തസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യ രഹസ്യങ്ങൾ നാം ഇബ്രാഹിമിന് കാണിച്ചു കൊടുത്തു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ അമ്പിയാക്കൾക്ക് ഇങ്ങനെ പലതും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിൽ കാണിച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയാണ് ഇതെന്ന് വലിയകൂന മിനൽ മുഖിനീൻ, അദ്ദേഹം നല്ല ദൃഢബോധ്യമുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് നാം അങ്ങനെ ചെയ്തത് എന്നാണ്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് പറയുന്നുണ്ട്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഇസ്രാ, ഒരൊറ്റ രാത്രിയുടെ സഞ്ചാരത്തിലൂടെ അങ്ങോട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് മിഅ്റാജ് ആകാശാരോഹണത്തിലൂടെ ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ പല ദൃഷ്ടാന്തങ്ങളും ആ പ്രവാചകന് ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് മലകൂത്തസ് സമാവാതി വൽ അർദ് എന്നാണ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യ രഹസ്യങ്ങൾ നാം ആ പ്രവാചകന് കാണിച്ചു കൊടുത്തു എന്നാണ്. എട്ടാമതായി അദ്ദേഹത്തിന് ഈ ദുനിയാവിൽ അല്ലാഹു നൽകിയിട്ടുള്ള ശ്രേഷ്ഠമായ പദവി എടുത്തു പറയുന്നത് ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തൻ്റെ റബ്ബ് ചില കൽപ്പനകളെ കൊണ്ട് പരീക്ഷിച്ചപ്പോൾ ഫഅതമ്മഹുന്ന, അദ്ദേഹം അത് പൂർണ്ണമായി പൂർത്തീകരിച്ചു എന്നതാണ്. ഈ പരീക്ഷണങ്ങളിലെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് അദ്ദേഹം വിജയം വരിക്കുകയും അതൊക്കെ പൂർത്തീകരിക്കുകയും ചെയ്തു. ഒമ്പതാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ യോഗ്യത പരിചയപ്പെടുത്തുന്നത് ഖാല ഇന്നി ജാഇലുക ലിന്നാസ് ഇമാമ, ഇബ്രാഹിം താങ്കളെ നാം എല്ലാ ജനങ്ങളുടെയും ജനനേതാവായി നിശ്ചയിച്ചിരിക്കുന്നു എന്നതാണ്. ഇത് വലിയ ഒരു സ്ഥാനമാണ്, ഒരു പദവിയാണ് ഒരു പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവസാനം അങ്ങനെ വന്നിട്ടുള്ളത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള പ്രവാചകനായി കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ,
സന്തോഷ വാർത്ത നൽകുന്നവനും താക്കീത് നൽകുന്നവനുമായി പിന്നീട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുകയുണ്ടായി. 10ാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ എടുത്തു പറയുന്നുണ്ട്, ഖാൽ, ആ പ്രവാചകൻ പ്രാർത്ഥിച്ചു, വമിൻ ദുർരിയതി, എന്നെ മാത്രം ഇമാമാക്കിയാൽ പോരാ, എന്നെ മാത്രം നേതാവാക്കിയാൽ പോരാ, എനിക്ക് ശേഷം പ്രളയം എന്ന ഒരു മനസ്ഥിതി ഒരു നേതാവിനും ഒരു ഇമാമിനും ഒരു നല്ല മനുഷ്യനും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു, വമിൻ ദുർരിയതി, എൻ്റെ റബ്ബേ, എൻ്റെ സന്താനങ്ങളിൽപ്പെട്ടവരെയും നീ നേതാക്കളാക്കേണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ആ സന്താന പരമ്പരയിൽ നിന്ന് നേതാക്കൾ ഉണ്ടായി, രാജാക്കന്മാരുണ്ടായി, അമ്പിയാക്കളുണ്ടായി. ലോകത്തിന്റെ മുഴുവൻ കാരുണ്യമായി നിയോഗിതനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന ദഅവത്തു അബീ ഇബ്രാഹിം, ഞാൻ എന്ന പ്രവാചകൻ എൻ്റെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ് എന്നാണ്. വമിൻ ദുർരിയതി, എൻ്റെ സന്താനങ്ങളിൽ നിന്നും അതുണ്ടാകണം റബ്ബേ. നമ്മൾ അവരെ ആരെയും മറക്കാൻ പാടില്ല. ഇതൊക്കെ ആ പ്രവാചകന്റെ യോഗ്യതയായിക്കൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മില്ലത്തു ഇബ്രാഹിമിനെ കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത്, അദ്ദേഹം പഠിപ്പിച്ചു തന്ന സരണി എന്താണ് എന്ന കാര്യം ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ പിൻപറ്റുന്നവരാകണം നമ്മളെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത്. ആരോട്? ആദ്യമായി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് എന്താണെന്നോ? നീ മില്ലത്ത് ഇബ്രാഹിം പിൻപറ്റണമെന്നാണ്. സുമ്മ ഔഹൈനാ ഇലൈക, പ്രവാചകരെ നാം നിനക്ക് വഹി നൽകിയിട്ടുണ്ട്, അനിത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫ, നിങ്ങൾ പിന്തുടരേണ്ടത് ഇബ്രാഹിമീ മില്ലത്താണ് എന്നാണ്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും ബഹുദൈവ വിശ്വാസികൾപ്പെട്ടവനായിരുന്നില്ല. ഹനീഫ് എന്ന് പറഞ്ഞാൽ നേർവഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ നിലകൊള്ളുന്നവൻ എന്നാണ്. നേരായ പാതയിൽ നിന്ന് വ്യതിചലിക്കാതെ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴിയിൽ ഉറച്ചു നിൽക്കുന്നവനാണ് ഹനീഫ്. ഈ പ്രതിജ്ഞ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിൽ നമ്മൾ പുതുക്കുന്നുണ്ട്. നേരായ വഴിയിൽ ഉറച്ചു നിൽക്കുന്നവനാണ് നമ്മൾ എന്ന്. അങ്ങനെ ഉറച്ചു നിന്നവനായ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ നീ പിന്തുടരണം. മാത്രമല്ല പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രസ്താവിക്കാൻ വേണ്ടി ഖുർആനിന്റെ കൽപ്പന എന്താണെന്നോ? ഖുൽ ഇന്നനീ ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം, എൻ്റെ റബ്ബ് നേരായ വഴിയിലൂടെ എന്നെ വഴി നടത്തിയിട്ടുണ്ട്. ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിം ഹനീഫ, നേർക്ക് നേരെയുള്ള നേരെ ചൊവ്വയുള്ള ഒരു മതമാകുന്നു ഇത്, ഒരു ആദർശമാകുന്നു ഇത്. ഈ നെറുവയിൽ നിന്ന് വ്യതിചലിക്കപ്പെടാത്ത അവസ്ഥയിൽ നിലകൊള്ളാനാണ് എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇനി നമ്മളോടുള്ള കൽപ്പന ഖുർആനിന്റെ നോക്കൂ. ഖുൽ സ്വദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. സ്വദഖല്ലാഹ്, അല്ലാഹു സത്യം പറഞ്ഞിരിക്കുന്നു. ഫത്തബിഉ, അതിനാൽ വിശ്വാസികളെ നിങ്ങളും പിന്തുടരണം. മില്ലത ഇബ്രാഹിം ഹനീഫ, നേരെ ചൊവ്വേ ഋജുമനസ്കരായിക്കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ നിങ്ങളും പിന്തുടരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് ശരിക്ക് ത്യാഗം. പ്രവാചകന്മാരുടെ വഴി അത് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാനാണ് പണിയുള്ളത്. അതിനാണ് അധ്വാനമുള്ളത്. അതിനാണ് നമ്മൾ ത്യാഗം ചെയ്യേണ്ടത്. അതിനാണ് ശരിക്ക് ജിഹാദ് എന്ന് അറബിയിൽ പറയുന്നത്. നമ്മളോടുള്ള കൽപ്പന വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ത്യാഗ പരിശ്രമങ്ങൾ അനുഷ്ഠിക്കണം. എങ്ങനെ? മുറപ്രകാരമുള്ള ജിഹാദായിരിക്കണം. ഹുവജത്തബാക്കും, അള്ളാഹു നിങ്ങളെ ഉത്കൃഷ്ടരായി തെരഞ്ഞെടുത്തിരിക്കുന്നു. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹർജ്, ഈ മതകാര്യങ്ങളിൽ അള്ളാഹു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നും, ഒരു പ്രയാസവും അവൻ ഉണ്ടാക്കി വച്ചിട്ടില്ല. മനുഷ്യരായ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളൂ. അത് വിശ്വാസ കാര്യങ്ങളാകട്ടെ, അനുഷ്ഠാന കാര്യങ്ങളാകട്ടെ, ആചാരങ്ങളാകട്ടെ, സ്വഭാവങ്ങളാകട്ടെ, ശീലങ്ങളാകട്ടെ,
നിങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ട ഏതേത് ചെറുതും വലുതുമായ കാര്യങ്ങളാകട്ടെ, ഹറജ് ദീനിലില്ല എന്ന്. ഹറജ് എന്ന് പറഞ്ഞാൽ പ്രയാസം. മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ഒന്നും അതിലില്ല. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, അത് മില്ലത അബീക്കും ഇബ്രാഹിം, അതാണ് ഇബ്രാഹിമി മില്ലത്ത്. പ്രയാസമുള്ളയിടത്ത് ഇബ്രാഹിമി മില്ലത്തിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മനുഷ്യന് ചെയ്യാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാനും കഴിയുന്നതാണത്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, അള്ളാഹു ആകുന്നു നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേരിട്ടിട്ടുള്ളത്. മിൻ ഖബൽ, ഇതിനു മുമ്പുള്ള വേദങ്ങളിൽ, വഫീ ഹാദാ, അവസാനത്തെ വേദമായ വിശുദ്ധ ഖുർആനിലും നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേരിട്ടിട്ടുള്ളത് അള്ളാഹു ആകുന്നു. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ഇവിടെ നിർവഹിക്കേണ്ട ജിഹാദ് എന്താണെന്നോ? ലിയകൂനർ റസൂലു ഷഹീദൻ അലൈക്കും, ഈ ഇസ്ലാമിന് സാക്ഷിയായി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ മാതൃകയായി ഈ ദുനിയാവിൽ ജീവിച്ചു കാണിച്ചുവോ, ലിയകൂനർ റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്, അതുപോലെ നിങ്ങളും മുസ്ലിങ്ങളെ എല്ലാ ജനങ്ങൾക്കും ഷഹീദുകളാകണം. ഈ സത്യസാക്ഷ്യ നിർവഹണമാകുന്നു സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ജിഹാദ്. അതിന് തന്നെയാണ് പ്രയാസമുള്ളത്. ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ ഒരു പണിയുമില്ല. മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ത്യാഗവും സഹനവും അതുപോലെ തന്നെ അധ്വാനവും വേണ്ട പണി എന്നാണ് ഖുർആൻ പറഞ്ഞു തരുന്നത്. ഫഅഖീമുസ്സലാ, അതിനാൽ നിങ്ങൾ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കണം. വഅതുസ്സക, അള്ളാഹുവിനോടുള്ള കടമ നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അരികിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പാവങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ കൊടുക്കണം. വഅതുസ്സക വഅതസിമു ബില്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകളെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഹുവ മൗലാക്കും, അവനാകുന്നു നിങ്ങളുടെ രക്ഷാധികാരി. ഹുവ മൗലാക്കും ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ, നിങ്ങളുടെ രക്ഷാധികാരി എത്ര നല്ലവൻ, നിങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പ് നൽകിയവൻ എത്ര നല്ലവൻ. അതുകൊണ്ട് ഇതൊരു വലിയ സന്തോഷ വാർത്തയാണ് നമുക്ക് സഹോദരങ്ങളെ. മുസ്ലിങ്ങളായി ദുനിയാവിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായി നമ്മൾ മനസ്സിലാക്കുക. ആ ഇസ്ലാമോടുകൂടി തന്നെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയാൻ നമുക്ക് കഴിയണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഇതാകുന്നു ശരിക്ക് ഇബ്രാഹിമി മില്ലത്ത്. ഇത് പിന്തുടരുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ പരമാവധി ചിട്ടപ്പെടുത്താൻ കഠിനാധ്വാനം ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. റഹ്മാനായ റബ്ബേ, നീ ഞങ്ങളെ അതിന് തൗഫീഖ് നൽകി തുണക്കേണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതാണ് ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി പരലോകത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. ഇത്രയൊക്കെ ത്യാഗം ചെയ്ത ഒരു പ്രവാചകന് എന്തായാലും ഉറപ്പാണ് അള്ളാഹുവിൻ്റെ അരികിൽ ഉന്നതമായ പദവി മരണാനന്തര ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. അള്ളാഹു പ്രത്യേകം അതെടുത്ത് പറയുകയാണ്. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. അദ്ദേഹം പരലോകത്ത് മരണാനന്തര ജീവിതത്തിൽ ആഖിറത്തിൽ സദ്വൃത്തന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവൻ തന്നെയായിരിക്കുമെന്നാണ്. എന്നാൽ ഈ നേട്ടങ്ങൾക്ക് വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഞാൻ വലിയ ജനങ്ങളുടെ നേതാവാണെന്നും അള്ളാഹു എന്നെ ഖലീലാക്കിയിട്ടുണ്ട് എന്നും അള്ളാഹു എന്നെ ഉമ്മത്ത് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ്
ഒരിക്കലും അതുകൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുകയല്ല. ആ പ്രവാചകൻ വിനയാന്വിതനായി നിഷ്കളങ്കനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ, ഞാൻ മരിച്ചാലും എൻ്റെ സൽകീർത്തി ഈ ദുനിയാവിൽ നീ നിലനിർത്തേണമേ. വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാർക്കിടയിൽ എനിക്ക് നീ സൽകീർത്തി ഉണ്ടാക്കേണമേ എന്നാണ്. നോക്കൂ നിങ്ങൾ, എവിടെയൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കപ്പെടുന്നുവോ അവിടെയൊക്കെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ഓർക്കപ്പെടുന്നു. ഇപ്പോൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് മക്കയിൽ ഒരുമിച്ച് കൂടുന്ന ഹാജിമാർ ആ പ്രവാചകന്റെ ത്യാഗോജ്വലമായ ജീവ ചരിത്ര സ്മരണകൾ അയവിറക്കുന്ന സന്ദർഭം കൂടിയാണ്. ലിസാനു സിദ്ഖ് എന്ന് പറഞ്ഞാൽ പിൽക്കാലക്കാർക്കിടയിൽ സൽകീർത്തി എന്നാണ്. നമ്മൾ മരിച്ചാലും നമ്മളെപ്പറ്റി ആളുകൾ നല്ലത് പറയണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, പ്രവാചകന്റെ തിരുസന്നിധിയിലൂടെ ഒരു ശവമഞ്ചം ഇങ്ങനെ നടന്നു പോയപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള ജനങ്ങളോടുള്ള ഉപദ്രവങ്ങളും ദോഷങ്ങളും ഒക്കെ എടുത്തു പറയാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത് വജബത് എന്നാണ് പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് റസൂലേ നിങ്ങൾ വജബത്ത് എന്ന് പറഞ്ഞത്? അപ്പോ റസൂലുള്ള പറയുന്നുണ്ട്, അദ്ദേഹത്തിന് നരകം നിർബന്ധമായി എന്നാണ്. കാരണം എന്താ? ജനങ്ങൾക്ക് അയാളെ പറ്റി നല്ലതൊന്നും പറയാനില്ല എന്ന്. ഇതേപോലെ മറ്റൊരു അനുഭവം ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. മറ്റൊരിക്കലൊരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോൾ ജനങ്ങൾ അയാൾ ചെയ്ത നല്ല ഗുണങ്ങളും പ്രവർത്തനങ്ങളും നന്മകളും ധർമ്മങ്ങളും ഒക്കെ എടുത്തിങ്ങനെ പറയാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ റസൂലുള്ള പറഞ്ഞു വജബത്ത്. ഇതന്വേഷിച്ചപ്പോഴും റസൂല് പറഞ്ഞത് എന്താണെന്നോ, അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായി എന്നാണ്. കാരണം ഈ നാട്ടിലുള്ള ജനങ്ങൾ, ജീവിക്കുന്ന ജനങ്ങൾ നമ്മളെക്കുറിച്ച് നമ്മൾ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞാൽ അതൊരു വിശ്വാസിയുടെ സ്വാലിഹാണ് എന്നതിൻ്റെ അടയാളമാണെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല പ്രവാചകൻ പ്രാർത്ഥിച്ചത് വജ്അൽനീ മിൻ വറസതി ജന്നത്തിൻ നഈം, സുഖസമ്പൂർണമായ സ്വർഗത്തിന്റെ അവകാശികളിൽ റബ്ബേ എന്നെ നീ ഉൾപ്പെടുത്തേണമേ എന്ന്. വിശ്വാസികളായ നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഇതാണ് ഇബ്രാഹിമീ മില്ലത്ത്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതൃക. നമുക്കറിയാം അത്രത്തോളം ഒന്നും നമ്മുടെ കർമ്മങ്ങൾ എത്തുകയില്ല എന്ന്. എന്നാലും ആയ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് അവനോട് നമ്മൾ ദുആ ഇറക്കണം. വജ്അൽനീ മിൻ വറസതി ജന്നത്തിൻ നഈം, സുഖസമ്പൂർണമായ സ്വർഗത്തിന്റെ അവകാശികൾ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ എന്ന്. മറ്റൊരു പ്രാർത്ഥന എന്താണെന്നോ, വലാ തുഖ്സിനീ യൗമ യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഒരിക്കലും റബ്ബേ എന്നെ നീ അപമാനത്തിലാക്കരുതേ, എന്നെ നീ നിന്ദിക്കരുതേ റബ്ബേ എന്നാണ്. ഇത്രയധികം ത്യാഗസമ്പൂർണമായ ജീവിതം നയിച്ചൊരു പ്രവാചകൻ നിഷ്കളങ്കമായി റബ്ബിനോട് മരിച്ചതിന് ശേഷം റിസ്ക് സ്വർഗം വേണമെന്ന് യാചിച്ച് തേടി ഇരന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ അഭ്യർത്ഥിക്കുകയാണ്. വിശ്വാസികളെ, ഈ മില്ലത്താണ് നമ്മൾ പിന്തുടരേണ്ടത്. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, നമ്മുടെ സമ്പത്തും നമ്മുടെ സന്താനങ്ങളും അന്ന് നമുക്ക് ഉപകരിക്കുകയില്ല. അന്ന് ഉപകരിക്കുക എന്താണ്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധമായ വെളുവെളുത്ത യാതൊരു കലർപ്പുമില്ലാത്ത കളങ്കമില്ലാത്ത മനസ്സുമായി അള്ളാഹുവിന്റെ തിരുസവിധത്തിലെത്തിയ ആളുകൾക്കാണെന്ന് രക്ഷ. അങ്ങനെയുള്ളവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയ ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് റബ്ബേ. ഞങ്ങൾ സാധുക്കളായ നിന്റെ അടിമകൾ പ്രാർത്ഥനക്കുത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ സമയത്ത് നിന്നോട് യാചിക്കുകയാണ്. ഞങ്ങളിൽ പറ്റിപ്പോയ തെറ്റുകൾ നിന്റെ മഹലായ ഫദൽ കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. നിന്റെ കാരുണ്യം ഞങ്ങളിൽ നീ വർഷിക്കണമേ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار.